ഇങ്ങനെ പ്രധാന വാതിലിൽ നിന്ന് നോക്കുന്ന സമയത്ത് അകത്തോ പുറത്തോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും അതുവഴി സംഭവിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും, ആ വീട്ടിൽ എപ്പോഴും ഒരു സ്വസ്ഥത കുറവ്, അതുപോലെ തന്നെ ഇന്ന് പല വീടുകളിലും നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലെ വാതിലിന്റെ കട്ടിലയുടെ അടിഭാഗം മണ്ണിനടിയിലേക്ക്, അതായത് ഫൗണ്ടേഷന്റെ അടിയിലേക്ക് വച്ചിട്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതിൽ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്തതായിട്ടുള്ള ചില വസ്തുക്കളുമുണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഞാനിവിടെ പറയുന്ന കാര്യങ്ങള് ഇങ്ങനെ പ്രധാന വാതിലിൽ നിന്ന് നോക്കുന്ന സമയത്ത് അകത്തോ പുറത്തോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും അതുവഴി സംഭവിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും, ആ വീട്ടിൽ എപ്പോഴും ഒരു സ്വസ്ഥത കുറവ്, മനസുഖമില്ലാത്ത അവസ്ഥ, ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു സന്തോഷമില്ലാത്ത സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു വീട് എന്ന് പറയുന്നത് അതിൽ താമസിക്കുന്നവർക്ക് അത് സ്വർഗം തന്നെയാണ്. അത് എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടാണ് ഏറ്റവും മനോഹരം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെ? നമ്മുടെ വീടിന്റെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലാണ്. നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം കടന്നു വരുന്നത് ഈ ഒരു പ്രധാന വാതിൽ വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ വീടിന്റെ ഹൃദയമാണ് എന്ന് പറയാൻ കാരണം. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് നമ്മൾ വലിയ പ്രാധാന്യം തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രധാന വാതിലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയും മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് മറ്റുള്ള വാതിലിനേക്കാളൊക്കെ അല്പം വലുതായിരിക്കണം പ്രധാന വാതിൽ എന്ന് പറയുന്നത്. അതായത് കൂട്ടത്തിൽ ഏറ്റവും വലിയ വാതിലായിരിക്കണം നമ്മുടെ മെയിൻ ഡോറായിട്ട് വരേണ്ടത്. വാസ്തു പറയുന്നത് ഏറ്റവും ഉചിതം ഇങ്ങനെ വയ്ക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും വലിയ വാതില് നമ്മുടെ പ്രധാന ഡോറായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഡോറ് വയ്ക്കുന്ന സമയത്ത് ആ ഡോറിന്റെ പാളികൾ, ചിലർക്ക് മണിച്ചിത്രത്താഴിന്റെ പൂട്ട് വയ്ക്കണം എന്ന് പറയും. രണ്ട് രീതിയിലുള്ള കതകുകൾ വയ്ക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അങ്ങനെ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ രണ്ട് ഡോറിന്റെയും, അതായത് നമ്മൾ പുറത്തേക്ക് തുറക്കുമ്പോഴും നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് തുറക്കുമ്പോഴും രണ്ട് പാളികളും ഒരേ അളവിലായിരിക്കണം. ഇപ്പോൾ കണ്ടുവരുന്നത് ചില വീടുകളിൽ ഒരു പാളി വലുതും ഒരു പാളി ചെറുതുമായിട്ട് കണ്ടുവരാറുണ്ട്. തീർച്ചയായും വാതിൽ പാളികൾ അങ്ങനെ വരാനായിട്ട് പാടുള്ളതല്ല. രണ്ടും ഒരേ ക്രമത്തിലായിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പണ്ട് മുതലേ നമ്മൾ കണ്ട് ശീലിച്ച കാര്യം അതാണല്ലേ. പക്ഷെ ഇന്ന് ഫാഷന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വയ്ക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് അത് വെച്ചു കഴിഞ്ഞാലാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരിക്കലും അതൊരു അന്ധവിശ്വാസമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തുദോഷം ഒരു വീടിനുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അത് ബാധിക്കും. അത് പിന്നീടായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് പല വീടുകളിലും നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലെ വാതിലിന്റെ കട്ടിലയുടെ അടിഭാഗം മണ്ണിനടിയിലേക്ക്, അതായത് ഫൗണ്ടേഷന്റെ അടിയിലേക്ക് വച്ചിട്ട് തേയിലൊക്കെ പാകുന്ന ഒരു രീതി, അടിഭാഗത്തെ കട്ടിള നമുക്ക് കാണാൻ പറ്റാത്ത രീതി. തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് പണത്തിന്റെ ഒഴുക്കുണ്ടാവില്ല. ഗൃഹനാഥന് ദോഷമായിട്ടാണ് പറയുന്നത്. എപ്പോഴും ആ വീട്ടിലുള്ളവർക്ക് അസുഖങ്ങളും ദുഃഖദുരിതങ്ങളും മറ്റുമായിരിക്കും. നമ്മുടെ സകല ഐശ്വര്യവും വീട്ടിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. കാരണം നമുക്ക് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാൻ തികയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാതിൽ കട്ടിള, മെയിൻ ഡോറിന്റെ കട്ടിള, അതുപോലെ തന്നെ
തറക്ക് നിരപ്പായിട്ട് പൊക്കി തന്നെ വെക്കണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുറത്തു നിന്ന് നോക്കിയാലും അകത്തു നിന്ന് നോക്കിയാലും നമ്മൾ കാണുമ്പോൾ കട്ടിള ഉയർന്നു കാണണം. നമ്മൾ കാലെടുത്ത് പൊക്കി വച്ചാലും യാതൊരു പ്രശ്നവുമില്ല. അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വാതിൽപ്പടിക്ക്, അതായത് ഈ ഒരു കട്ടിള ഭാഗത്ത് ഏതെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചിതല് തിന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ വിള്ളലോ ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അത് മാറ്റി പുതുക്കി പണിയണം. വാതിലിന് ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കട്ടിളക്കൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതും ഗൃഹനാഥന് വളരെയധികം ദോഷമായിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മൾ നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ മെയിൻ ഡോറിന് നേർഭാഗത്തായിട്ട് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അതിൽ ആദ്യം തന്നെ പറയേണ്ടത് ഇലക്ട്രിക് പോസ്റ്റ് ആണ്. ടവറുകൾ അങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മുടെ വീടിന്റെ ആ ഒരു നേർഭാഗത്തായിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ മെയിൻ ഡോറിന് നേരെയായിട്ട് വലിയ മരങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ വലിയ മരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് സംശയം ചോദിച്ച ഒരു കാര്യമായിരുന്നു മെയിൻ ഡോറിന് നേരെയായിട്ട് ഗേറ്റ് വരാമോ എന്നുള്ളത്. ഗേറ്റ് വരുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. മെയിൻ ഡോറിന് നേരെയായിട്ട് നിങ്ങൾക്ക് ഗേറ്റ് വയ്ക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മരങ്ങൾ നമ്മുടെ ഗേറ്റിനുള്ളിലായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദോഷമുള്ളൂ. മറ്റൊരാളുടെ പറമ്പിൽ പോയിട്ട് നമുക്ക് മരം മുറിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ അതിര് കെട്ടി തിരിച്ച ആ ഒരു ഭാഗത്തായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കത് ദോഷമായിട്ട് വന്നു ഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ ഗേറ്റിന് പുറത്തായിട്ട് നേരെ, അതായത് നിങ്ങളുടെ വീടിന്റെ ആ ഒരു മെയിൻ ഡോറിന് നേരെയായിട്ട് റോഡ് വരാൻ പാടില്ല. കുറുകെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മുടെ വീടിന്റെ മുന്നിൽ കുറുകെയായിട്ട് ഗേറ്റിന് പാരലലായിട്ട് റോഡ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ഗേറ്റിന്റെ ആ മിഡില് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ റോഡ് വരാനായിട്ട് പാടില്ല. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ വാതിൽപ്പടിക്ക് കുറുകെയായിട്ട് ഒരു കാരണവശാലും അഴ കെട്ടാനായിട്ട് പാടില്ല. പലരും ഇങ്ങനെ കെട്ടുന്നതായിട്ട് കാണാറുണ്ട്, തുണി വിരിച്ചിടാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും തടസ്സമായിരിക്കും. ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെയും ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നമ്മുടെ മെയിൻ ഡോറിന് കുറുകെയായിട്ട് വരുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള ധനവരവ് ഇല്ലാതാക്കുകയും നമ്മുടെ വീട്ടിലേക്കുള്ള ഐശ്വര്യത്തിന്റെ വരവില്ലാതാക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് പുറംഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിന്റെ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് മെയിൻ ഡോറിന്റെ നേരെയായിട്ട് ഉള്ളിലും കാണാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഇതിൽ ആദ്യം തന്നെ പറയേണ്ട കാര്യം, നമ്മുടെ മെയിൻ ഡോറ് വഴി അകത്തേക്ക് നോക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ ഡോറ് കാണാനായിട്ട് പാടില്ല. നേർക്ക് തന്നെ ബാത്റൂമിന്റെ ഡോറ് വരാൻ പാടില്ല എന്നുള്ളതാണ്. സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല, ബാത്റൂമിന്റെ ഭിത്തിയാണേലും കുഴപ്പമില്ല. പക്ഷെ നേരെ ഡോറ് വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രങ്ങളും കാണുന്ന രീതിയിൽ വയ്ക്കരുത്. പലരും ദൃഷ്ടിദോഷത്തിനൊക്കെ ആയിട്ട് അങ്ങനെ വയ്ക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് വന്നു കയറുന്നത്. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിന്റെ പുറത്തായിട്ട് മെയിൻ ഡോറിന് കുറുകെയായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുകയോ അതുപോലെ കാർ പോർച്ച് വരികയോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിൽ നിന്ന് സ്ട്രെയിറ്റ് നോക്കുന്ന സമയത്ത് അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആ ഒരു വഴി പോലും ക്ലിയർ ആയിരിക്കണം. നമുക്ക് നടുമുറ്റത്ത് ആ ഒരു മെയിൻ ഡോറിന് നേരെയായിട്ട് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതൊരു തുളസിത്തറയാണ്. അതല്ലാതെ മറ്റൊരു കാര്യങ്ങളും നമ്മൾ ആ ഒരു വഴിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം സ്റ്റെയർ കേസ് ആണ്. അതായത് മുകളിലേക്ക് കയറുന്ന പടികൾ ഉണ്ടല്ലോ, അത് നമ്മുടെ മെയിൻ ഡോറിന് നേരെയായിട്ട് വരാൻ പാടില്ല. അതിന്റെ സൈഡ് ഭാഗം ഒന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മുടെ ആ ഒരു കയറുന്ന എൻട്രൻസ് ഒക്കെ കാണാം. പക്ഷെ ഈ സ്റ്റെപ്പ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ സ്റ്റെപ്പ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ ഒരു കാരണവശാലും ഈ സ്റ്റെയർ കേസുകൾ വരാൻ പാടില്ല. അതും ആ വീടിന് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പുറത്തേക്കായാലും അകത്തേക്കായാലും നമ്മൾ നോക്കുന്ന സമയത്ത് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതോ
ഈ വേസ്റ്റ് ഡസ്റ്റ്ബിന് വയ്ക്കുന്നതോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ വീടിനുള്ളിലായാലും ഡസ്റ്റ്ബിന് വയ്ക്കുന്നത് ആ ഒരു മെയിൻ ഡോറിന്റെ നേരെയായിട്ട് വയ്ക്കരുത്. അതായത് ആ ഒരു വാതിൽപ്പടിയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ആയാലും പുറത്തേക്കായാലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായാലും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരാനായിട്ട്, സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരാനായിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് ആയിരിക്കണം നമ്മൾ നമ്മുടെ പ്രധാന വാതിലിന്റെ മുന്നിലായിട്ടും അതുപോലെ തന്നെ ഉൾഭാഗത്തായിട്ടും ഉണ്ടാക്കിയിരിക്കേണ്ടത്. ചുവരുകളൊന്നും വരുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പലരും ഷോക്കേസുകളൊക്കെ വയ്ക്കാറുണ്ട്, അതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല. അതിൽ വയ്ക്കുന്ന വസ്തുക്കളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതുപോലെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുക്കളൊന്നും അങ്ങനെ വയ്ക്കാതിരിക്കുക. ആ മെയിൻ ഡോറിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് വയ്ക്കാതിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. വാസ്തുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ദോഷമാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.